ശ്രീ എം എൻ കാരശ്ശേരി, ഇതിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഭാഗമുണ്ട്. അതായത് ആർക്കും ഗോപി ആശാനെ കാണാം, അനുഗ്രഹം വാങ്ങാം എന്നൊരു ഭാഗമുണ്ട്. പക്ഷെ മറുഭാഗത്ത് ഇപ്പോൾ ബി ജെ പിക്കെതിരെ ദേശീയ തലത്തിൽ തന്നെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച്, ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് വിരട്ടി ആളുകളെ പാട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ്. ഇനി മറ്റൊന്ന്, സ്വാധീനിച്ച് വശത്താക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചാണ്. ആ ആരോപണവും ബി ജെ പി നേരിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ പത്മ പുരസ്കാരങ്ങൾ വാഗ്ദാനം ചെയ്തു, ഗോപി ആശാനോട് ഇടനിലക്കാരൻ സംസാരിച്ചു എന്ന നിലയ്ക്ക് ഗോപി ആശാന്റെ മകൻ ഉന്നയിച്ച ഈ ആക്ഷേപത്തെ പരിഗണിക്കേണ്ടതുണ്ടോ? ഗോപികൃഷ്ണൻ, എനിക്കിതിൽ വ്യക്തിപരമായി വളരെ സങ്കടം തോന്നുന്ന ഒരാളാണ് ഞാൻ. കാരണം കലാമണ്ഡലം ഗോപി ആശാൻ എന്ന് പറയുന്നത് എല്ലാ പ്രദേശത്തിൻ്റെയും പാർട്ടിയുടെയും മറ്റ് താല്പര്യങ്ങളുടെയൊക്കെ അപ്പുറത്ത് നമ്മുടെ വലിയ ആദരവും സ്നേഹവും അർഹിക്കുന്ന വലിയൊരു കലാകാരനാണ്. അദ്ദേഹത്തെ ഇത്തരം ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് അങ്ങേയറ്റം കഷ്ടമാണ്. കാരണം നമ്മൾ എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു സാഹിത്യകാരനാണെങ്കിലും നടനാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും ചിത്രകാരനാണെങ്കിലും ഒക്കെ രാഷ്ട്രീയക്കാർക്ക് എങ്ങനെ ഉപയോഗിക്കാം, അവരെ എങ്ങനെ ഒന്നുകിൽ അവരെ വാഴ്ത്തിയിട്ട് അല്ലെങ്കിൽ അവരെ വീഴ്ത്തിയിട്ട് ഉപയോഗിക്കാം എന്നാണ് ആലോചിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം സുദീർഘമായ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം കൊണ്ട് വലിയ സംഭാവന നമ്മുടെ സംസ്കാരത്തിന് കൊടുത്തൊരാളാണ്. അപ്പോൾ എനിക്ക് വീണ്ടും അദ്ദേഹത്തെപ്പറ്റി ഇത്തരം ഒരു ചർച്ചയിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ അപ്പോൾ അദ്ദേഹം അവിടുത്തെ വോട്ടറാണോ അല്ലേ എന്നുള്ളതൊക്കെ തരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ മഹാ കഷ്ടമാണ്. ഇപ്പോൾ ഒരു കലാകാരൻ്റെ അനുഗ്രഹം തേടുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് വോട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ആ മണ്ഡലത്തിലെ വോട്ടറാണ് എന്ന് വെച്ചിട്ടാണ് എന്നൊന്നും ആരും ആലോചിക്കാൻ പാടില്ല. പിന്നെ പത്മ പുരസ്കാരങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന അത്തരം പുരസ്കാരങ്ങളെപ്പറ്റിയൊക്കെ വലിയ പരാതിയുള്ളതാണ്. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ചരൺ സിംഗ്, അദ്ദേഹം വളരെ ചെറിയ കാലം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം മരിച്ച അനവധി കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ കണക്കിന് അങ്ങേയറ്റം പരിഹാസ്യമായൊരു കാര്യം അത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലെ പിന്മുറക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി, അവരെ എൻ ഡി എയുടെ ഭാഗമാക്കി നിർത്താൻ വേണ്ടിയാണ് അത് കൊടുത്തത് എന്ന് ആർക്കും തോന്നും, ആരും അത് പറയുകയും ചെയ്യും. കാരണം ആ തരത്തിലുള്ള രാഷ്ട്രീയത്തിനോ നമ്മുടെ രാഷ്ട്രവ്യവസ്ഥയ്ക്കോ നമ്മുടെ ചിന്തയ്ക്കോ എന്തെങ്കിലും സംഭാവന ചെയ്ത ഒരാളാണ് ചരൺ സിംഗ് എന്ന് ആരും പറയാനിടയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇ ഡി വന്നാൽ രക്ഷിക്കാൻ ഗുരുവായൂരപ്പന് സാധിക്കുകയില്ല എന്ന് പത്മജ പറഞ്ഞതായിട്ടോ വിചാരിച്ചതായിട്ടോ ഒരു പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിലും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഒന്നുകിൽ പ്രീണിപ്പിക്കുക, അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക എന്ന തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ കച്ചവടം ഇപ്പോൾ വരുന്നത് എന്താണ്? ജനാധിപത്യം ധനാധിപത്യത്തിന് വഴിമാറുന്ന സ്ഥിതിയാണ് നമ്മൾ ഒരുമാതിരി എല്ലാ സംസ്ഥാനങ്ങളിലും കാണുന്നത്. അതിനകത്ത് ഇപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഇവിടെ അവതരിപ്പിച്ച ഒരു ന്യായമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു ഡോക്ടർ ആരോ വിളിച്ച് ഈ കാര്യങ്ങൾ, അതായത് പത്മ പുരസ്കാരം വേണമോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഉത്തരവാദിത്വം ബി ജെ പിയുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നതിൻ്റെ യുക്തി എന്താണ്? ഏതോ ഒരാൾ പറഞ്ഞ കാര്യമാണ്, അതിന് ഞങ്ങളെ എന്തിനാണ് പ്രതിരോധത്തിലാക്കുന്നത്, പ്രതിക്കൂട്ടിലാക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, ഗോപി ആശാനെ കാണാൻ അങ്ങനെ ഒരു ഇടനിലക്കാരുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ യുക്തിയെ താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ബി ജെ പിയുടെ പേരിൽ ആരാണ് സംസാരിച്ചതെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ബി ജെ പിക്കാണ്. അതിപ്പോൾ ഗോപാലകൃഷ്ണൻ അവതാരകനായ ഗോപികൃഷ്ണൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. കാരണം അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിൽ പറഞ്ഞത് സത്യമാണോ അല്ലേ, ആണെങ്കിൽ ആ ഡോക്ടർ ആരാണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അദ്ദേഹം പറയാതെ ഗോപി ആശാൻ്റെ മകൻ അത് അവകാശപ്പെട്ടതാണോ, അത് അന്വേഷിക്കണം. അതൊരു സത്യത്തിലൊരു ക്രിമിനൽ കുറ്റമാണത്. അബിൻ വർക്കി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. കാരണം സുരേഷ് ഗോപി ഒരു പരാതി കൊടുക്കേണ്ടതാണ്. ഞാൻ പറയാത്തൊരു കാര്യം എൻ്റെ പേരിൽ പറഞ്ഞ്
ഒരു വലിയ കലാകാരനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ, കാരണം നിങ്ങൾക്ക് പത്മഭൂഷണമൊക്കെ കിട്ടണ്ടേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആനുകൂല്യം കാണിച്ചാൽ കിട്ടും എന്നും പ്രാതികൂല്യം കാണിച്ചാൽ കിട്ടുകയില്ല എന്നും പറയുന്നതിനാണല്ലോ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സുരേഷ് ഗോപി പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ BJP സങ്കല്പിക്കാത്തൊരു കാര്യം, BJP ചെയ്തിട്ടില്ലാത്തൊരു കാര്യം BJPയുടെ പേരിൽ ഉണ്ടാക്കി പറയുക എന്നുള്ളത് തീർച്ചയായിട്ടും വ്യാജമായൊരു കാര്യമാണ്. അങ്ങനെ വ്യാജം പ്രവർത്തിച്ചത് ആരാണ് എന്ന് അന്വേഷിക്കുകയും അത് പുറത്തു പറയുകയും ചെയ്യേണ്ടത് BJP ആണ്. അതാണ് അതിൻ്റെ രാഷ്ട്രീയമായ മാന്യത എന്ന് പറയുന്നത്.